ഫിസിക്കലായിട്ടുള്ള ഒരു ബാലൻസ് നിലനിർത്താൻ സൈക്കോളജിക്കലായിട്ട് ഒരു ക്ലീനിങ് എല്ലായ്പ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്ട്രെങ്ത്തും കൂടിയാണ്. മനസ്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സ്ട്രെങ്ത്തും കൂടിയാണ്. അപ്പോൾ ഈ പറയുന്നതിൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ കൂടിയും പല ഘട്ടങ്ങളിലും നമ്മൾ നെഗറ്റീവ് ആവാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ പലപ്പോഴും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, എന്താണിപ്പോൾ നെഗറ്റീവ് ആവാനായിട്ടൊന്നും ഇല്ലല്ലോ, എന്നാലും എന്തുകൊണ്ട് എനിക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ കുടുംബവുമായിട്ടുള്ള ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, ജോലിയിൽ തൃപ്തി കണ്ടെത്താൻ പറ്റുന്നില്ല, ഒന്നിലും തൃപ്തി കണ്ടെത്തുന്നില്ല. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ ജീവിതത്തിൽ അന്വേഷിക്കുമ്പോൾ കിട്ടുന്നുമില്ല. ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു ചിന്തിക്കേണ്ട കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് മനസ്സിനെ ഇങ്ങനെ പഴയ വിഷയങ്ങളെയൊക്കെ ഇവിടെ ജീവിതത്തിലുള്ള സമയത്തെടുത്ത് ക്ലീനാക്കി കളയേണ്ടതിൻ്റെ പ്രാധാന്യം കൂടുതൽ പറയുന്നത്. കാരണം നമ്മളൊരു പ്രത്യേക ഒരു പിരിമുറുക്കത്തിൽ പെട്ടുകൊണ്ട് കുറച്ച് നാളധികം പോകുന്നു. ആ പ്രശ്നം അവസാനിക്കുന്നു. സ്വാഭാവികമായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നുകിൽ അവസാനിച്ചു പോകും, സോൾവ് ആയി പോകും. അതല്ലെങ്കിൽ നമുക്കതിൻ്റെ മീതെയുള്ള ശ്രദ്ധ കുറയും, അല്ലെങ്കിൽ തീവ്രത കുറയും. അതല്ലെങ്കിൽ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിനെ വിട്ട് അടുത്തതിലേക്ക് പോകുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ പഴയ വിഷയങ്ങളുടെ എല്ലാം ടാബുകൾ നമ്മുടെ മനസ്സിൽ ഓപ്പണാണ്. അതൊക്കെ അവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നൊക്കെയുണ്ട്. ഇത് പ്ലേ ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വാസ്തവത്തിൽ നമുക്ക് ഒരുപാട് എനർജി നഷ്ടപ്പെടുന്നുണ്ട്. മൊബൈൽ ബാറ്ററി ഡ്രെയിൻ ആവുന്നത് പോലെ തന്നെ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടേയിരിക്കുന്നു. മനഃപൂർവ്വം നമ്മളതൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ മനഃപൂർവ്വം നമ്മളത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മനഃപൂർവ്വം ഇത് എടുത്ത് കളഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അപ്പോൾ അവിടെ അത് പ്ലേ ആവുന്നുണ്ട്. നമ്മളുടെ അറിവോടെ അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നു. നമ്മുടെ എനർജി ഇങ്ങനെ കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. നമ്മുടെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഏതൊന്നാണോ കുറച്ച് നാൾ ശീലിക്കുന്നത്, പിന്നെ അതാണ് നമ്മുടെ ശരി. അങ്ങനെ ഒരു രീതിയില്ലേ. ഇപ്പോൾ ഭയങ്കര തിരക്കും ബഹളമൊക്കെ ശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിലാണ് ഒരു കംഫേർട്ട് പിന്നീട് കിട്ടുക. വളരെ ശാന്തമായിട്ടുള്ളൊരു ലൈഫ്, വളരെ ഗ്രാമത്തിലൊക്കെ ജീവിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തിരക്ക് പിടിച്ചിട്ടുള്ള ടൗണിലത്തെ ജീവിതം അയാൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അത് അയാൾക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ അവിടെ ശരി തെറ്റ് എന്നുള്ളതിനേക്കാൾ എൻ്റെ ശീലം എന്താണോ അതാണ് എൻ്റെ സന്തോഷം, അതിൽ നിലനിൽക്കുമ്പോഴേ എനിക്ക് സന്തോഷം ഉണ്ടാവുന്നുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ തലത്തിൽ ഇങ്ങനെ കുറച്ച് നാൾ ഒരു പിരിമുറുക്കത്തിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴോ, ആ പിരിമുറുക്കം തുടക്കത്തിൽ നമുക്ക് വലിയ സ്ട്രെയിൻ തന്നെയാണ്. ഇപ്പോൾ ഒരു സ്ട്രെസ് എടുക്കുക എന്ന് പറയുന്നതേ തുടക്കത്തിൽ ഭയങ്കര പെയിൻഫുള്ളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നായിട്ടോ ഒക്കെ നമുക്ക് തോന്നാം. പക്ഷെ കുറച്ച് നാൾ ഈ ഒരു സ്ട്രെസ് എടുക്കുന്ന ഒരു പ്രകൃതം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരികയാണെങ്കിൽ, സ്ട്രെസ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് എല്ലാം അവസാനിച്ചാൽ പോലും സ്ട്രെസ്സിലിരിക്കുക എന്നുള്ളതിൽ നമ്മളൊരു സന്തോഷം കണ്ടെത്താനായിട്ട് തുടങ്ങും. അത് നമ്മളറിയില്ല. കുറേ നാൾ പിരിമുറുക്കത്തിൽ നിൽക്കുമ്പോൾ, പിരിമുറുക്കത്തിൽ കുറേ നാൾ വാസ്തവത്തിൽ നമ്മൾ മനഃപൂർവ്വം നിൽക്കുന്നില്ല. കുറച്ച് നാളാണ് നമുക്ക് ആ ഒരു സ്ട്രെയിൻ ഉണ്ടാവുക. പിന്നെ പുതിയ സ്ട്രെസ് വരുമ്പോൾ പഴയ വിഷയം നമ്മൾ മറക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഉള്ളിൽ അതൊരു പിരിമുറുക്കം ഉണ്ടാക്കുന്ന വിഷയമായി തന്നെ തുടരുന്നു. ഇതിങ്ങനെ തുടരുമ്പോൾ ഇതാണ് നമ്മുടെ ശരി. വളരെ റിലാക്സ്ഡ് ആയിട്ട്, വളരെ കാമായിട്ട് ഇരിക്കാനൊന്നും നമുക്ക്, നല്ല ഡീപ്പ് ബ്രീത്ത് ചെയ്ത് ഇരിക്കാനൊന്നും നമുക്ക് അതിലൊന്നും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. വാസ്തവത്തിൽ ശരീരത്തിൻ്റെ സന്തോഷം അതൊക്കെയാണ്, മനസ്സിൻ്റെയും വാസ്തവത്തിലുള്ള സന്തോഷം അതാണ് ആവേണ്ടത് എന്നൊക്കെ നമുക്ക് തത്വത്തിൽ പറയാമെങ്കിലും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഇതൊന്നായിരിക്കില്ല. നമുക്ക് ഇത്തിരി പിരിമുറുക്കം ഉണ്ടാവണം. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്ത്രീകൾ ചിലപ്പോൾ പുരുഷന്മാർ ചിലപ്പോൾ പരാതിപ്പെടുന്നത് കാണാറുണ്ട്. അതായത് ഒന്നുമില്ലാണ്ട് വെറുതെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അവൾ തല്ലുകൂടാൻ വരും എന്ന് പറയും. അപ്പോൾ തല്ലുകൂടാൻ വരുന്നു എന്ന് പറയുന്നത് മനഃപൂർവ്വം അവർ തല്ലുകൂടാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാക്കുന്നതല്ല. പക്ഷെ കുറച്ച് നാൾ അവരൊരു പിരിമുറുക്കത്തിൽ പോയി, പിന്നെ പിരിമുറുക്കം ഇല്ലാതിരിക്കുന്നതിൽ ഇവർക്ക് പിരിമുറുക്കം വരും. അപ്പോൾ എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറേ വർത്തമാനങ്ങളൊക്കെ പറയണം. ഏതെങ്കിലും വിധേന പണ്ടുണ്ടായിട്ടുള്ള ഒരു പെയിൻ, ആ പെയിനിനെ രണ്ടാമത് കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചുകൊണ്ടേയിരിക്കും.